പ്രശാന്ത് ഏട്ടാ, വെടിനിർത്തൽ കരാർ വരാൻ പോവാണ്. അതായത് ഇസ്രയേൽ, അതുപോലെ തന്നെ ഹിസ്ബുള്ള, ലെബനൻ യുദ്ധം. ആ യുദ്ധം നിർത്തുന്നതിന് ഫ്രാൻസും അമേരിക്കയും ഇടപെടുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കാൻ പോകുന്നു. 21 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ പോകുന്നു. അവർക്ക് വൈകാരികമായ അടുപ്പം ലെബനനുമായി ഉണ്ട് എന്നാണ് ഫ്രാൻസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മറ്റൊരു ഗാസയായി മാറാതെ, ലെബനൻ മാറാതെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഫ്രാൻസും ഒടുവിൽ രംഗത്തെത്തുകയാണ്. ഫ്രാൻസിനൊരു വൈകാരിക ബന്ധമുണ്ട്. 1918 ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൻ്റെ ഒരു മാൻഡേറ്റ് ആയിരുന്നു ഈ ലെബനൻ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു രാജ്യമല്ല ലെബനൻ. ഏറ്റവും സുന്ദരമായിട്ട് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്ന, വളരെ സമ്പന്നമായിട്ടുള്ള, പണ്ട് നമ്മുടെ ഇറാഖിന്റെ കാര്യം പറഞ്ഞു, പേർഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞുള്ളതായിരുന്നു. യവന്മാര് കയറി കാണിക്കുന്ന തോന്നിവാസം, അതായത് മതത്തിന്റെ പേരിൽ രാജ്യത്ത് കയറി രാജ്യം നശിപ്പിക്കുന്ന കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ലെബനൻ എന്ന് പറഞ്ഞിടത്ത് ക്രിസ്ത്യാനികളും ഹൂതികളും ഷിയാകളും ഇവരെല്ലാം കൂടെ വളരെ സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്, സമ്പന്നമായുള്ള സ്ഥലമാണ്. കാരണം വളരെ ഈ പ്രകൃതി ജീവിത രീതിയെല്ലാം രാജ്യം ഈ ഇസ്രായേലിൻ്റെ പാലസ്തീൻ്റെ വിഷയം വന്ന് കുടിയേറ്റം വന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളെ അറിഞ്ഞു കാണിച്ച് അതിന് തുടർച്ചയായിട്ടുള്ള അവിടെ ഒരു ഗുണ്ടാ സെറ്റപ്പാണ് ഹമാസ് എന്ന്. ഈ ഹമാസ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഈ ഹിസ്ബുള്ളയ്ക്ക് ആ ഗുണ്ടാ സെറ്റപ്പിന് ഒരു വേണ്ട പ്രൊമോഷൻ എല്ലാം കൊടുത്ത് ഇറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഈ നിസ്സാരമായിട്ട് കാണുമോ? ഫ്രാൻസിനറിയാം. അമേരിക്ക പിന്നെ ഫ്രാൻസ് പറയുമ്പോൾ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് മനസ്സിലിരിക്കുന്ന മറ്റേത് തന്നെ നമ്മള് കാര്യം പറയല്ലേ, അമേരിക്കയുടെ മനസ്സിലിരിക്കുന്ന ക്യാരക്ടർ ഇതിന്ന് കയറി ഇറാഖിലോട്ട് കയറട്ടെ, അതാ അമേരിക്കയുടെ മനസ്സിലിരിക്കുന്നത്. അമേരിക്ക എന്ന സംവിധാനങ്ങൾ മൊത്തം അവിടെ കൊണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് കരയുദ്ധത്തിന് ആവശ്യമായ എല്ലാ സംവിധാനവും ഏതാണ്ട് 40,000-50,000 പട്ടാളം നേരത്തെ അവിടെ ഉണ്ട്. അതിന്റെ കൂടെ ഏതാണ്ട് 10,000-20,000 പട്ടാളത്തെ വീണ്ടും അവിടെ ഇറക്കിയിട്ടുണ്ട്. യുക്രൈനിൽ ഒരു പട്ടാളത്തെ കൊടുത്തിട്ടില്ല. യുക്രൈനില് യുദ്ധം നടന്ന് യുക്രൈൻ ജനത മരിച്ച് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരനെ കൊടുത്തിട്ടില്ല, ഒരു വിമാനം നന്നാക്കാൻ ആളിനെ കൊടുത്തിട്ടില്ല, ഒരു സംവിധാനത്തിന് ആളിനെ കൊടുക്കാത്ത സമയത്താണ് അന്ന് തൊട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും യുദ്ധവും പൈസയും പട്ടാളവും എല്ലാ സംവിധാനവും ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് അമേരിക്ക കാണിച്ചിരിക്കുന്നത്. അമേരിക്ക അറിയാം ലെബനൻ പിടിക്കട്ടെ, ലെബനൻ പിടിച്ചു കഴിയുമ്പോൾ ലെബനനിലോട്ട് കയറുമ്പോൾ ഇറാഖ് കയറി അറ്റാക്ക് ചെയ്യും, ഇറാൻ കയറി അറ്റാക്ക് ചെയ്യും, ഇറാനെ പിടിക്കട്ടെ, ഇതാണ്ട്. പക്ഷേ ഫ്രാൻസ് പറഞ്ഞപ്പോൾ ഫ്രാൻസിന് ഈ പഴയ ഒരു ബന്ധം വെച്ചിട്ട് വേറെ ആളുടെ ജോണിന്റെ വീട്ടിലൊരു വിഷയം വരുമ്പം ജോണിന് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്നോട് അടുപ്പമുള്ള ഒരാളുടെ മുഖേന ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ലെബനനകത്ത് സർക്കാരും ഒന്നുമില്ല, യഥാർത്ഥത്തിൽ അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പൊ ഒന്നുമില്ല. അത് ഒരു പേരിന് വേണ്ടിയുള്ള യുവമാരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഹിസ്ബുള്ള. അപ്പൊ യുവമാർ അവിടെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുമ്പോൾ ഒന്നുമില്ല. ഇപ്പൊ എക്കണോമിക്കലി അല്ലെങ്കിൽ സൈനികപരമായിട്ടൊന്നും ഇസ്രായേലിനോടോ അമേരിക്കയോടോ ഒന്നും ഏറ്റുമുട്ടാൻ വേണ്ടി ഒന്നുമില്ല. കാരണം അവര് ഒരു മണിക്കൂർ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താൽ തീരുന്നേ ഉള്ളൂ. ഇത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ ജനവാസ കേന്ദ്രം, എന്നിട്ട് ജനവാസ കേന്ദ്രത്തിൽ അടിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യ പരിഗണന വെച്ചാൽ വീണ്ടും ഇത് പെൻഡിങ് വെക്കുന്നത് പലതും. അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറത്തെ കാര്യം പോലും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യം. അപ്പം ലെബനോണിൽ ഇപ്പൊ ആ സമാധാനത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അശാന്തിയായല്ലോ. ഇവിടെ യുവമാര് മുഖാന്തരം യുവമാർക്ക് ഒരു 1,500 പേരുടെ കണ്ണ് നഷ്ടപ്പെട്ടെന്നാ പറയുന്നത്. കണ്ണ് കഴിഞ്ഞ ഭീകരാക്രമണത്തെ 1,500 വെളിവിട്ടിട്ടില്ല. അതുപോലെ തന്നെ കയ്യും പോയിട്ടുണ്ട്. ഇവനെ കണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല, മനസ്സിലായില്ലേ? അപ്പം ഇതേ രീതിയിലേക്ക് യുവമാരുടെ കോപ്പും മറ്റതും മറിച്ചതും എല്ലാം ഓരോ വീടുകളിലും മറ്റിടത്തും ഒക്കെ ബലം പ്രയോഗിച്ച് കൊണ്ട് വെച്ചേക്കില്ലയോ? മിസൈൽ കൊണ്ടുവെക്കുന്നു, ഇലക്ട്രോണിക് സംവിധാനം കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിലെല്ലാം തമ്പടിക്കുന്ന ഭീഷണിപ്പെടുത്തിയല്ലോ ഇപ്പൊ നിൽക്കുന്നേ. അല്ലെങ്കിൽ ജനവാസ കേന്ദ്രം നമ്മൾ ഈ വാർത്ത ഇപ്പൊ നമ്മള് മലയാള മാധ്യമങ്ങളൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ വലിയ വാർത്ത, ഒരു ഇസ്രായേൽ സ്കൂൾ ആക്രമിച്ചു, ആശുപത്രിക്ക് നേരെ ആക്രമണം. ഇത് ശരിക്കും പറഞ്ഞ യവന്മാര് ആശുപത്രി കയറി ഒളിച്ചിരിക്കുക, ഹോസ്പിറ്റലിൽ കയറി ഒളിച്ചിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് മിസൈൽ വിടും. എന്റെ ജോണെ മിസൈൽ വിടും. അപ്പൊ അവര് കണ്ടെത്തുമ്പോ ഹോസ്പിറ്റലിലാണ്, അതിന് നേർക്ക് അവര് തിരിച്ചു. ഹമാസിന്റെ ഇടയ്ക്ക് യുദ്ധം നിർത്തിയിട്ട് 6 ദിവസത്തെ യുദ്ധം കുത്തിവെപ്പിന് വേണ്ടി കൊടുത്തില്ലേ, എന്നിട്ട് പോളിയോ വാക്സിൻ എടുക്കാൻ. എന്നിട്ട് മാറി ചെയ്ത പരിപാടി എന്തായിരുന്നു? പോളിയോ വാക്സിനുമായിട്ട് വന്ന പട്ടാളത്തെ അല്ലെങ്കിൽ അതുമായിട്ട് വന്ന വണ്ടി അങ്ങ് ആക്രമിച്ചു. തിരിച്ചു പണി കൊടുത്തപ്പോൾ പറഞ്ഞു പോളിയോ വാക്സിനുമായിട്ട് വന്ന സമയത്ത് പോലും ഇസ്രായേൽ ആക്രമിച്ചു. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ജോലി ഇതാണല്ലോ, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളല്ലല്ലോ. നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കാണുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളുടെ മാമാപ്പണി ആർക്ക് വേണ്ടിയാന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ അവരിത് നിരന്തരം ഇത് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ മോങ്ങല് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ. എങ്ങാനും അങ്ങനൊക്കെ ചെയ്യാമോ, അതൊക്കെ ശരിയാണോ? കുഞ്ഞുങ്ങളില്ലയോ, സാധാരണക്കാരില്ലയോ?
അപ്പൂപ്പന്മാരില്ലയോ അവരോടൊക്കെ ആക്രമിക്കാൻ? എടാ ഇവനാ പറഞ്ഞത് ഹമാസിനെ തൊടാൻ പറ്റത്തില്ല. ഈ അടുപ്പൂട്ടി ചാനലുകാരൻ, ഈ മീഡിയ വണ്ണുകാരൻ ഇവിടെ ഈ യുദ്ധം തുടങ്ങി അന്നോട്ട് ഈ ഹമാസിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ടാ തോറ്റത്. അവൻ ഹമാസ് ഇല്ലാതായപ്പോഴും അവൻ ജയിപ്പിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഹിസ്ബുള്ള തലവൻ തന്നെ ഇല്ല. ആ തലവൻ തന്നെ, തലവനല്ല, ഒന്നുമില്ല. ഏതാണ്ട് തലവനെ ആ സമയത്ത് തന്നെ തട്ടിക്കാണും. ജോൺ ഇത് വെളി വന്നില്ലെന്നേ ഉള്ളൂ. ഞാനന്ന് ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞില്ല, ഈ 11 അണ്ടർ ഇട്ടുകൊണ്ട് നടക്കുന്നു, എന്തോ മറ്റേ ഈ പറഞ്ഞിട്ടുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞില്ലേ ജോണെ അവനെ തട്ടി. ആണ് ഈ ഇതിനകത്ത് മൊത്തം വിഷവാദവും മറ്റും മറിച്ചൊക്കെ അടിച്ചു കയറ്റി ഇവൻ എവിടെ പോയി ഇരിക്കുമെന്ന് പറയുന്നത്. അവർ ഇതിന്റെ മൊത്തം ഈ സംവിധാനം വെച്ചിട്ട് ഈ മേളി വെച്ചിട്ട് നോക്കുമ്പോൾ എവിടെയൊക്കെ ആളിരിക്കുന്ന അറിയില്ല. അതനുസരിച്ച് ബോംബ് ചെയ്തോണ്ടിരിക്കില്ലേ. ഇരിക്കുന്നിടത്ത് കൊണ്ടൊന്ന് ബോംബ് ചെയ്താ കഴിഞ്ഞ ദിവസം അക്വാനെ കൊന്നത്. അതിലെ 7 ബില്യൺ അവനെ വളരെ സെറ്റപ്പിൽ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് കമാൻഡോസുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ വട്ടം പ്രദേശവാസികൾ കാവല് എന്നിടത്ത് അവിടെ മൊത്തം ബോംബിട്ടപ്പോൾ വിചാരിച്ച് സാധാരണ ബോംബിടുന്നവരുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സ്പോട്ട് ചെയ്ത് FI ആണെന്ന് തോന്നുന്നു. അവനെ കൊണ്ടുവന്ന് 2 മിസൈൽ ഇവന്റെ അകത്തോട്ട് തന്നെ 2 മിസൈൽ വിട്ടെന്നുള്ള, ബാക്കി അതിന്റെ കൊടുത്ത് തന്നോളൂ. അത്രയ്ക്ക് സ്പോട്ട് ചെയ്ത ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവനൊക്കെ എന്തെങ്കിലും ഇവരിപ്പോ മൈൻഡ് ചെയ്യാൻ പോലും ഇറാഖിന്റെ പ്രസിഡന്റിനെ കൊണ്ടിട്ട് അവർ ഏറ്റിട്ടുണ്ടോ? അതിനുശേഷം മറ്റവനെ ഹോട്ടലിൽ വെച്ച് കൊന്നിട്ട് ഹമാസിന്റെ നേതാവിനെ കൊന്നിട്ട് ഏറ്റിട്ടുണ്ടോ? അതിന് ശേഷമുള്ള നേതാവാണല്ലോ ഈ ഓടിപ്പോയിരിക്കുന്നത്. ഇപ്പൊ അവർ സ്പോട്ട് ചെയ്ത് പറഞ്ഞേക്കോ ഹിസ്ബുള്ളയുടെ ഒളിച്ചിരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയുടെ ഒരു നേതാവുണ്ട്. വെളിയിൽ വരാൻ അറിയത്തില്ല, യുദ്ധം ചെയ്യാനും അറിയത്തില്ല, തോക്ക് കണ്ടിട്ടുമില്ല. അവന്റെ പേരറിയാം, നസറുള്ള അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഈ ഇസ്രായേലിന്റെ ഒരു പരിപാടിയുണ്ട്. ഇസ്രായേലിന്റെ ഈ പല കൊലപാതകങ്ങൾക്കും കൊലപാതകം നടക്കുന്നതിന് മുമ്പേ ഒന്നുകിൽ എഴുത്ത് പോലെ ലെറ്റർ ചെയ്തു, അല്ലെങ്കിൽ റീത്ത് കൊണ്ടുവച്ചിട്ട് ഇത്ര മണിക്കൂറിനോ മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ജോണിനെ അങ്ങ് കൊല്ലുക. ഞാൻ ഇപ്പൊ വെടിവെച്ച കൊല്ലും. ആ ഒരു നിമിഷത്തിൽ കണ്ടെങ്കിൽ അല്ലെ പുറകെ കൂടെ അങ്ങ് ഒരു പ്രശ്നമില്ല. ജോണിനെ ഞാൻ ഇന്ന സമയത്ത് ഇന്ന മണിക്കൂറിൽ ജോണിനെ ഞാൻ കൊല്ലും എന്ന് തീരുമാനിച്ച ജോണിന്റെ ഒരു മാനസികാവസ്ഥ. അത് പറയുന്നവൻ അത്രയും കരുത്തുള്ളവനാണെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ജോണിന്റെ മാനസികാവസ്ഥ അന്നേരം തൊട്ട് മരിക്കില്ല. ഇത് ഒരിക്കലാണ് മരിക്കുന്നത്. അവൻ ഈ പറയുന്ന സമയം വരെ 1000 വട്ടം മരിക്കും. അതുപോലെ ഇപ്പം ഈ ഹിസ്ബുള്ളയുടെ നേതാവിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നിന്നെ ഞങ്ങൾ കാച്ചു. കൊമേനി അടുത്ത് പറഞ്ഞില്ലെന്ന് പരസ്യമായിട്ട് ഇടയ്ക്ക് പറഞ്ഞു വേണ്ടി വന്നാൽ കൊമേനി ഞങ്ങൾ വിചാരിച്ചു. അത് ഇറാഖ് അനുകൂലമായിട്ടൊരു പ്രസ്ഥാനം പറഞ്ഞതല്ലേ, ഇത് ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ഇറാൻ പ്രസിഡന്റ് പോയാൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഈ 10 ഞാൻ പറഞ്ഞ പോലെ 10 100 150 ബോംബർ വിമാനങ്ങൾ ഒരു ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കലിന്റെ കാര്യം. മറ്റേ മേലേക്കൂടുള്ള ബോംബിങ് പിടിച്ചടക്കാൻ പോവുകയാണ്. ലെബനൻ പിടിച്ചെടുത്ത് അവിടെ കസ്റ്റഡി വെക്കും. അവർ പിടിച്ചാൽ പിന്നെ ഏത് പൊന്നു തമ്പുരാൻ പറഞ്ഞാലും അവർ തിരിച്ചു കൊടുക്കത്തില്ല. അവർ ഇസ്രായേലിന്റെ സ്വഭാവം, ഇസ്രായേൽ പിടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല. അവർ പിടിക്കാൻ തുടങ്ങും എന്നുള്ള കാര്യം മനസ്സിലായി. അത് ലെബനന് മനസ്സിലായി, ഇറാഖ് മനസ്സിലായി. ഇറാഖ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം മനസ്സിലാക്കിയിട്ടായിരിക്കും ഫ്രാൻസ് ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ കൊണ്ട് ഇടപെടുത്തിക്കാണ്. നാറ്റോ രാജ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇടപെടുന്നു. 21 ദിവസത്തേക്ക് യുദ്ധം നിർത്തിയിട്ട് ഇവരുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ കരാർ ഇസ്രായേൽ പറയുന്ന ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു കരാർ കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ മറ്റവന്മാർ ഈ കരാറിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നിന്ന് കൊടുക്കുമെന്ന്. അവന്മാർക്ക് ഇതുവരെ നേരം എടുത്തിട്ടില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. നേരം ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഹൂത്തി അടിക്കും. കാരണം ഇതൊരു കൃത്യമായ പ്ലാൻഡായിട്ടുള്ള ഓപ്പറേഷൻ. ജോൺ ശ്രദ്ധിച്ചിട്ടില്ലേ, കൊന്നേക്കുന്ന കണ്ടില്ലേ, നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊല്ലുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ വൺ ബൈ വൺ ആയിട്ട് കൊല്ലുന്നു. ഇപ്പം ഹിസ്ബുള്ളയുടെ കണ്ടില്ലേ നേതാക്കന്മാരെ, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ കമാൻഡർമാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരെ അമേരിക്ക വരെ വളരെ കാലം കൊണ്ട് അമേരിക്കയുടെ 200 പേരെ കൊന്നവരുത്തനായി 7 ബില്യൺ അമേരിക്കക്ക് പറ്റിയില്ല. ഇവരെ തീരുമാനിച്ചെന്ന് തന്നെ കാച്ചാൻ പറ്റും. അതുകൊണ്ട് സംവിധാനങ്ങളെ പറ്റി നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോലും ഇരുന്ന് വണ്ടടിച്ച് ചർച്ച ചെയ്തില്ലേ? അതിപ്പോ വന്നോണ്ടാ. ഇതിന് മുമ്പ് നടത്തിയുടെ കാര്യങ്ങളൊക്കെ എന്തോ ഇതുപോലെ വണ്ടടിച്ച് ചർച്ച ചെയ്യുന്ന പോലെ. ഇവിടെ കയ്യിലിരിക്കുന്ന സാധനത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇട്ടേക്കുന്ന ജെട്ടിയെ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്കായി ഇപ്പം ഹിസ്ബുള്ള ഇറാനും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇറാനും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ആ അപകടം മണത്തോണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടത്. ഐക്യരാഷ്ട്രസഭ 2 കമ്മിറ്റി കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ പണ്ടത്തെ ഇടപെടലിൽ അറിയാമല്ലോ, താക്കീത് കൊടുത്തു. കോടതി ഇദ്ദേഹത്തെ യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു.
പുല്ലിന്റെ വില പുല്ലിന്റെ വില അവർ കൊടുത്തോ. അതുകൊണ്ട് ഇവര് പറഞ്ഞാലൊന്നും അവര് കേൾക്കത്തില്ല. അവര് പറഞ്ഞാൽ ഇപ്പം അവര് കേൾക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക പറയണം, അല്ലെങ്കിൽ ഇന്ത്യ പറയണം. പറഞ്ഞ മനസ്സിലായില്ല, അവർക്ക് വേണ്ടപ്പെട്ടവർ പറയണം. അല്ലെങ്കിൽ ഈ ലോകത്ത് അവർക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല. നിങ്ങൾ ഈ പറയുമ്പോൾ നാം പല ചർച്ചയ്ക്കകത്ത് പറഞ്ഞ പോലെ അമേരിക്ക എന്തുകൊണ്ട് പുറയിൽ നിന്ന് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാളെ കാലത്ത് ഇസ്രായേൽ അങ്ങ് തിരികുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ പരസ്പരം തിരിയത്തൊന്നുമില്ല, അല്ല എല്ലാ ടെക്നോളജിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ യുദ്ധ സംവിധാനങ്ങളും തിരിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഇസ്രായേലിൻ്റെയാണ്. ശരിക്കും പറഞ്ഞ ജോണേ, അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരായ അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനം വരെ ഇസ്രായേൽ വംശജരുടെ കയ്യിലാണ്, അവരാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും പുറമെ സഹായിക്കുന്നത്. ഇസ്രായേലിനെ എപ്പോഴെങ്കിലും അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കത്തില്ലല്ലോ, അവരുടെ താല്പര്യമില്ലാത്ത കാര്യം. യുദ്ധം നിർത്താൻ എത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ എത്ര വട്ടം പറഞ്ഞു. ഓക്കെ, അവിടെ ആയിക്കോട്ടെ. എന്തായാലും കരയുദ്ധത്തിലേക്ക് നീങ്ങിയാണ്. അതിന് തടയിടാൻ വേണ്ടി ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയൊക്കെ ശ്രമിക്കുകയാണ്. ഇനിയും നേരം വെളുക്കാത്ത ഹമാസും ഇറാനും ഒക്കെ ഒരു കാര്യം, അവരോട് ചേർന്ന് നിന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അതിനുള്ള കരുത്തും ശേഷിയൊന്നും ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒന്നുമില്ല. ഇനിയും ആ വട്ടം നിൽക്കുന്ന ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ഘട്ടത്തിൽ അങ്ങ് തീരുമാനിച്ച് ബാക്കിയുള്ള അറേബ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടെ തീരുമാനിച്ചാൽ പോലും ഇസ്രായേലിനോട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നുമല്ലാത്ത 48-ൽ ഇവരെല്ലാം കൂടെ എല്ലാമായിരുന്ന ഈ രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധം ചെയ്തിട്ട് ഇസ്രായേലാണ് ജയിച്ചത്. അപ്പൊ ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊക്കത്തില്ല. ഇസ്രായേൽ അങ്ങനത്തെ ഒരു രാജ്യമാണ്. ലോകത്ത് ആര് പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കത്തുമില്ല. ഇസ്രായേൽ കേൾക്കണമെങ്കിൽ ഇസ്രായേൽ തീരുമാനിക്കണം. ഇസ്രായേൽ തന്നെ തീരുമാനിച്ചാൽ യുദ്ധം നിൽക്കും. ഇല്ലെങ്കിൽ വിശാല ഇസ്രായേൽ ആദ്യം താമസിയാതെ തീരുമാനമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.